വരദാനങ്ങൾ ഏഴും നീ ഞങ്ങൾ കേൾക്കണമേ. വിശ്വാസത്തിൻ കാറ്റായി നീ ഞങ്ങളിൽ വീശണമേ. വരദാനങ്ങൾ ഏഴും നീ ഞങ്ങൾ കേൾക്കണമേ. വിശ്വാസത്തിൻ കാറ്റായി നീ ഞങ്ങളിൽ വീശണമേ. ദൈവമഹത്വം ദർശിക്കാൻ കൃപ നീ നൽകണമേ. ആത്മാവേ നീ വാഴണമേ പരിശുദ്ധാത്മാവേ. ദൈവമഹത്വം ദർശിക്കാൻ കൃപ നീ നൽകണമേ. ആത്മാവേ നീ വാഴണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. വരദാനങ്ങളുമായി വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. വരദാനങ്ങളുമായി വന്നു നിറയണമേ. ഒരു ചേട്ടൻ ജീവിതത്തിൽ ചെറുപ്പത്തിലെ നാട് വിട്ടുപോയി ബോംബെയിലേക്ക്. അവിടെ നിന്ന് പിന്നെ മദ്രാസിലേക്ക് പോയി. അതിൻ്റെ ഇടയ്ക്ക് വന്ന് കല്യാണം കഴിച്ചു, കുടുംബമായിട്ടൊക്കെ ജീവിച്ചു. പക്ഷേ കുടുംബത്തെയോ മക്കളെയോ ഒന്നും അദ്ദേഹം ഒന്നും ശ്രദ്ധിച്ചില്ല. അവനവൻ്റെ സുഖം, പണമുണ്ടാക്കണം, സുഖിക്കണം, ഭാര്യയും മക്കളും നാട്ടിൽ. കാലങ്ങൾ കടന്നുപോയി. അവസാനം ആരോഗ്യം ക്ഷയിച്ചു. സുഹൃത്തുക്കളെല്ലാം നമ്മളെ വിട്ടുപോകും. പ്രിയമുള്ളവരെ, പണമില്ലാണ്ടായാൽ, അസുഖം വന്നാൽ സുഹൃത്തുക്കളൊന്നും നമ്മുടെ കൂടെ ഉണ്ടാകില്ല. നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേര് ബാക്കിയുള്ളവരൊക്കെ വിട്ടുപോകും. അങ്ങനെ ആ മനുഷ്യൻ തിരിച്ചു വന്നു. ആശുപത്രിയിൽ തൃശ്ശൂർ മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ കിടക്കുക. അയാളുടെ ഭാര്യ എനിക്ക് പരിചയമുള്ളതുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഔസപ്പേട്ടൻ ഇപ്പോൾ മെട്രോപൊളിറ്റൻ ആശുപത്രിയിലാണ്, ICUയിലാണ്. കല്യാണത്തിന് പോലും ആൾ കുമ്പസാരിച്ചിട്ടില്ല. അതെന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അച്ഛനെ പറ്റിച്ചതാണ്, അടുത്ത പള്ളിയിൽ പോയി കുമ്പസാരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നിന്നെ ഞാൻ കല്യാണം കഴിക്കണത്. ഞാൻ കുമ്പസാരിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ 3 അറ്റാക്ക് കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ. ആ ചേച്ചി എന്നോട് ആവശ്യപ്പെട്ടത് അച്ഛനൊന്ന് ചെന്ന് കുമ്പസാരിപ്പിക്കണം ചേട്ടനെ. ഞാൻ എന്നിട്ട് മെട്രോപൊളിറ്റൻ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ICUയിലേക്ക് കയറുമ്പോൾ ഇയാൾ നല്ല സുഖമായിട്ട് ചാരുകസേരയിൽ കിടക്കുക. അവിടെ കിടക്കാൻ നല്ല രസമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. നല്ല AC ആണ്, സൗകര്യമായിട്ട് കിടക്കാം, ശല്യം ഉണ്ടാവില്ല ആരുടെയും. അങ്ങനെ കിടക്കുക. ഞാൻ ചെന്നപ്പോൾ കുമ്പസാരിപ്പിക്കലിൽ അദ്ദേഹത്തിൻ്റെ അനുവാദം കിട്ടണമല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, ഔസപ്പേട്ട കുമ്പസാരിക്കണ്ടേ? ഔസപ്പേട്ട എന്നെ ഒന്ന് നോക്കി, ഒന്ന് ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു ഓ അനുവാദം കിട്ടി. എന്നിട്ട് അയാൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു കാര്യം പറഞ്ഞു, ഒരു തത്വം. എന്താണെന്നറിയോ? അച്ഛാ, ജീവിതം ഒരു പന്താണ്. ജീവിതം ഒരു പന്താണ്. പന്താ? ജീവിതം ഒരു പുഴയാണ്, ജീവിതം ഒരു പൂവാണ്. പലതും ഞാൻ കേട്ടിട്ടുണ്ട് ചങ്ങാതി, ഇത് ആദ്യമായിട്ട് കേൾക്കണേ. ജീവിതം ഒരു പന്താണ്. കാറ്റ് പോയാൽ ആരും കളിക്കാൻ വരില്ല. കാറ്റ് പോവാൻ ചില സമയത്താണ് ഇയാൾ പറയണത്. കറക്റ്റ് ഉദാഹരണം. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഏത്? ജീവിതം ഒരു പന്താണ്, കാറ്റ് പോയാൽ ആരും കളിക്കാൻ വരില്ല എന്ന്. ഇപ്പൊ കാറ്റ് പോറായിട്ട് കിടക്കണതേ. ഞാൻ മുഖത്ത് നോക്കി, അയാളൊന്ന് ചിരിച്ചു. മനസ്സിലായി അച്ഛനെ? കാശുള്ളപ്പോ എല്ലാവരും കൂടെ ഉണ്ടാവും. ഞാൻ അവസ്ഥപ്പെട്ട നമുക്കിപ്പോ കുമ്പസാരിക്കാം. അങ്ങനെ ഞാൻ അടുത്തിരുന്നു. ഒരാളെ കേട്ട് കുമ്പസാരിപ്പിക്കേണ്ട സമയം വന്നപ്പോ എൻ്റെ മനസ്സിൽ ഒരു ശങ്ക വന്നു. എന്താണെന്നറിയോ? ഇത് 3ാമത്തെ അറ്റാക്ക് കഴിഞ്ഞ് കിടക്കണ ആളാണ്. 1. 2, കല്യാണത്തിന് പോലും കുമ്പസാരിക്കാത്ത ആളാണ്. 2, ഇത്രയും കാലത്തെ പാപങ്ങൾ ഒരു പിടി ഉണ്ടാകും. 3 ആണ് ഇയാള് കുമ്പസാരിക്കാൻ. ഒന്നാമത് ഈ ചില ബൾബുകളൊക്കെ ഫ്യൂസ് ആവുമ്പോൾ നമ്മളിങ്ങനെ ആട്ടി പിടിപ്പിക്കില്ലേ? ഞാൻ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട്. ബൾബ് ഇപ്പം അങ്ങനത്തെ ബൾബില്ല. അതേപോലെ ആട്ടി ഡോക്ടർമാർ പിടിപ്പിച്ച് വെച്ചിട്ടുള്ള ബൾബാണ്. ഏത്? ഈ കിടക്കണ ആള് 3 അറ്റാക്ക് കഴിഞ്ഞിട്ടേ പൊട്ടിയിട്ട് ഡെങ് ആട്ടി വെച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ വന്ന് കുമ്പസാരിപ്പിച്ച് കഴിഞ്ഞോട് കൂടിയിട്ട് അച്ചോ ചവടപ്പ് എപ്പോഴാ വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ? ആള് ഞാൻ കുമ്പസാരിച്ചു പോകുന്നതോടുകൂടെ മരിച്ചു വെച്ചോ എന്ന് പറഞ്ഞാൽ ഈ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്നാൽ ഞാൻ ആലോചിച്ചു, ഞാൻ പോയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് മരിക്കാൻ പാടില്ല തമ്പുരാൻ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഔസപ്പേട്ട കുമ്പസാരത്തിന്
വലിയ പശ്ചാത്താപം വേണ്ട. കാരണം കണ്ടമാനം പശ്ചാത്തലത്തെ താങ്ങാനുള്ള ഹൃദയശേഷി ഇല്ല ആൾക്ക്. നിങ്ങൾ മനസ്സിലാക്കണം, ഇയാളുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഇയാൾ ഇതെല്ലാം കൂടി ഒന്ന് ആലോചിച്ച് എൻ്റെ അമ്മയോ ആ പാപ ഈ പിന്നെ എനിക്ക് കുമ്പസാരിപ്പിക്കാൻ പറ്റുണ്ടാവില്ല. ഞാൻ പറഞ്ഞു, ഔസേപ്പേട്ട, കഠിനമായ പശ്ചാത്താപം വേണ്ട, വളരെ ലളിതമായിട്ട് പശ്ചാത്തപിച്ചാൽ മതി. ഇത് കേട്ടിട്ട് നിങ്ങൾ സന്തോഷിക്കണ്ട. നാളെ കുമ്പസാരത്തിൽ ലളിതമായിട്ടല്ല, അത് ICUയിൽ വെച്ചിട്ട് നമുക്ക് ലളിതമായിട്ട് പശ്ചാത്താപം. ഇവിടെ കഠിനമായിട്ടുള്ള പശ്ചാത്തലമാണ്. അപ്പൊ ആളൊന്ന് ചിരിച്ചു എൻ്റെ മുഖത്ത് നോക്കിയിട്ട്. അപ്പൊ ഞാൻ കുമ്പസാരം തുടങ്ങുന്ന സമയത്ത് പിന്നെ ഞാൻ ആലോചിച്ച്, ദൈവമേ, കുമ്പസാരം കഴിയുമ്പോഴേക്കും ആള് തട്ടിപ്പോയാലത്തെ സ്ഥിതി എന്താവും, ഈ അച്ഛൻ എന്തുട്ടാ കാട്ടിയതല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഔസേപ്പേട്ട, ഇപ്പൊ രണ്ടാമത്തെ എന്താ, പാപങ്ങളൊക്കെ ക്രമമായി ഓർക്കുക, പശ്ചാത്തപിക്കുക. പിന്നത്തെ എന്താ, പാപങ്ങളെല്ലാം ഏറ്റു പറയുക. അതും എൻ്റെ മനസ്സിൽ ആലോചിച്ച്, ദൈവമേ, ഈ മനുഷ്യൻ ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും മനസ്സിനൊരു ഭയങ്കര ഒരു ഭാരം വരില്ലേ? കുമ്പസാരിക്കുമ്പോ പറയേണ്ട വരുമ്പോ ഭാരം വരാറുണ്ടാ ഇല്ലേ? മരം വരില്ലേ? ഇതൊക്കെ പാപങ്ങൾ പറയേണ്ടി വരുമ്പോ മനസ്സിനൊരു വിഷമം വരില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഔസേപ്പേട്ട, കുമ്പസാരത്തിന് പാപങ്ങളൊന്നും പറയണ്ട. അപ്പൊ അയാൾ എന്നെ അല്ല, ഞാനിങ്ങനെ കുറേ കുമ്പസാരിപ്പിച്ചിട്ടുണ്ടേ, അതുകൊണ്ട് കുറേ തരം പാപങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടേ. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ കേട്ട കുറേ പാപങ്ങളൊക്കെ ഞാനിങ്ങനെ ഔസേപ്പേട്ടനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം, ഓരോന്നോരോന്ന്. മനസ്സിലായ? അപ്പൊ ഔസേപ്പേട്ടൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ ഒന്ന് ടിക്ക് ചെയ്താൽ മതി. നമ്മൾ എളുപ്പവഴി പറഞ്ഞു കൊടുക്കണ്ടേ മനുഷ്യന്? ഇത് ആളുടെ കിടപ്പ് എങ്ങനെയാ, മൂന്നാമത്തെ അറ്റാക്ക് കഴിഞ്ഞിട്ട് കിടക്കണം, നമ്മൾ സൂക്ഷിക്കണ്ടേ? അപ്പൊ അയാൾ ഒന്നും കൂടി ചിരിച്ചു. അയാളുടെ മനസ്സ് വളരെ പ്രസന്നമായി കേട്ടാ. അത് കരുതിയിട്ട് നാളത്തെ കുമ്പസാരം ടിക്ക് ചെയ്യലല്ല കേട്ടാ ഞാൻ പറയണം. അത് ശരി, അപ്പൊ ടിക്കിയാണ്. നിങ്ങൾ നാളെ കുമ്പസാരിക്കാൻ വന്നിട്ട് ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ, അച്ഛൻ പാപങ്ങൾ പറയൂ, അങ്ങനെയൊന്നും പറയരുതിട്ടാ. ഞങ്ങൾ ടിക്ക് ചെയ്യല്, അത് ICUവിലത്തെ കാര്യം ഞാൻ പറഞ്ഞത്. അവസാനം ഞാനിങ്ങനെ ഓരോരോ പാപങ്ങൾ അയാള് 4 ടിക്ക് കഴിഞ്ഞപ്പോ അയാൾ പറഞ്ഞു, അച്ചോ, എല്ലാ പാപവും ചെയ്തിട്ടുണ്ട്. കണ്ട, അയാൾക്ക് എന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് കിട്ടി. എന്റെ ബുദ്ധിമുട്ട് അയാൾക്ക് മനസ്സിലായി. കാരണം ഞാനിത് എന്തൊക്കെ പറഞ്ഞുണ്ടാക്കേണ്ടി വരും. പെട്ടെന്ന് ആ മനസ്സാണ് നമുക്ക് വേണ്ടത്. ഇത് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് അയാൾക്ക് കിട്ടി. അയാൾ മാനസാന്തരപ്പെട്ടു. അയാൾ പറഞ്ഞു, അച്ചോ, എല്ലാ പാപം ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, പാപപ്രതി കൊടുത്ത് ഈശോയെ അദ്ദേഹത്തിന്റെ നാവിൽ വെച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, കണ്ണടച്ച് കിടന്നോ ഔസേപ്പേട്ട, ഒന്നും ഓർക്കണ്ട, ഒന്നുമില്ല നീ ഹൃദയത്തിൽ പാപമായിട്ടോ. അയാൾ കണ്ണടച്ചു. കുറച്ച് നേരം ഞാൻ അവിടെ ഇരിക്കുമ്പോണ്ടല്ലോ, അയാളുടെ കണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കണ്ണുനീർ തുള്ളി ഇങ്ങോട്ട് പുറത്തേക്ക് ചാടാനായിട്ട് ഇങ്ങനെ കുട്ടുന്നിങ്ങനെ ചാടിയിട്ട് ഇയാളുടെ കണ്ണീന്ന് വരുന്ന കണ്ണീര് ഈ ചെവിയുടെ ഈ കുഴിയിൽ വന്നിങ്ങനെ കിടക്കുക. അപ്പോൾ ഇരിക്കണ ആൾക്കാർക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്, അതെങ്ങനെയാച്ചോ കണ്ണീര് ചെവിയിൽ ഉള്ളിലൂടെ കിടക്കണേ? നിങ്ങൾ ഇന്ന് രാത്രി പോയിട്ട് കിടന്നിട്ട് കരഞ്ഞു നോക്ക്, അപ്പം അറിയാം എവിടെ ഒന്ന് കിടക്കാന്നുള്ളത്. മനസ്സിലായില്ല? അപ്പോ ഇത് ഈ ചെവിയിൽ ഇങ്ങനെ തളങ്ങിട്ട് കിടക്കുക. ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞാൻ പോയി. സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ജീവിത കഥയാണ് ഞാൻ പറയുന്നത്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ചോ, ഔസേപ്പേട്ടൻ ഡിസ്ചാർജായി, വീട്ടിലുണ്ട്, അച്ഛനെ കാണണമെന്ന് പറയുന്നുണ്ട്. ഞാൻ ചെന്ന് അദ്ദേഹത്തിനെ കാണാൻ ഒരു ചാരു കസേരയിൽ ബൈബിള് നിവർത്തി വെച്ച് ശാന്തമായി ആ മനുഷ്യനിരിക്കണം. ഔസേപ്പേട്ടൻ പറഞ്ഞു, അച്ചോ, എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞതെല്ലാം മറന്നുപോയി. ഞാൻ ഭയങ്കര സന്തോഷമായി. അച്ഛനെ ദൈവമാണ് അവിടെ കൊണ്ടുവന്നത്. ഇന്നെൻ്റെ മനസ്സിൽ ഒരു പാപഭാരവും ഇല്ല. എൻ്റെ മനസ്സ് വളരെ ലോലമാണ്. അച്ഛപ്പം കുറേ നേരം വർത്താനം പറഞ്ഞു, ഒരു ചായ കുടിച്ച് ഞാൻ പോന്നു. 3 മാസം അദ്ദേഹം ജീവിച്ചു, മരിച്ചുപോയി. സഹോദരങ്ങളെ, ഞാൻ എന്തിനാ ഈ അനുഭവങ്ങളൊക്കെ നിങ്ങളോട് പറയണമെന്നറിയോ? നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ എന്ന് പറയുന്ന വിചാരങ്ങൾ ഇല്ലാതെയാകണം.
നിങ്ങളുടെ കുടുംബം ദൈവരാജ്യമായി മാറണം. ഭംഗിവാക്കല്ല അച്ഛൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലെ കഠിനഭാവം ഉണ്ടല്ലോ, കഠിനഭാവം, കർക്കശ ബുദ്ധി, വാശി, ദേഷ്യം, കോപം, സ്വാർത്ഥത, ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോയില്ലെങ്കിൽ ആർക്കാ ദോഷം എന്നറിയോ? നിങ്ങൾക്ക് തന്നെയാണ് ദോഷം. നിങ്ങളെ ആരും ഇഷ്ടപ്പെടില്ല, നിങ്ങളെ ആരും സ്നേഹിക്കില്ല. നിവൃത്തികേട് കൊണ്ട് നിങ്ങളെ സ്നേഹിക്കും. എന്തുകൊണ്ട്? നിവൃത്തികേട് കൊണ്ട് ഒരു ഗതിയില്ല, അതുകൊണ്ട് സ്നേഹിക്കല്ലേ. ഉള്ളിൽ നിന്നുള്ള സ്നേഹം നിങ്ങൾക്ക് കിട്ടില്ല. എന്നാൽ കുമ്പസാരത്തിൽ നിങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ ഭാരങ്ങളും നിങ്ങളുടെ സ്നേഹിതനോട് പറയുന്നത് പോലെ നിങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞാൽ അതൊന്നും പിന്നെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകില്ല. ഭയങ്കരമായ ആത്മീയ ആനന്ദം നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് നിറയും. പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്ത അനുഭവങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകും. കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സഹോദരി ഒരു ദിവസം എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭർത്താവിലൂടെയാണ് ദൈവം എൻ്റെ ജീവിതത്തെ എനിക്ക് കാണിച്ചു തന്നത്. കല്യാണം കഴിഞ്ഞു വന്നു, അമ്മായിമ്മയുണ്ട്. അമ്മായിമ്മയായിട്ട് ഒരു തരത്തിലും ഇവള് മുട്ടിപ്പോവില്ല, വഴക്കണം. ഭർത്താവിന് അമ്മ വളരെ പ്രധാനപ്പെട്ടതാണ്. അമ്മ ഇവളായിട്ട് കുറേ പ്രശ്നങ്ങൾ. ഒരു ദിവസം ഭർത്താവ് ഇവളുടെ ആങ്ങളേനെ വിളിച്ചിട്ടു, ഡാ, നിന്റെ പെങ്ങളെ നിന്റെ വീട്ടിൽ കൊണ്ടുപോകട്ടാ. എന്താ ചേട്ടാ? അല്ലെ എന്താ അളിയ? ഒന്നും പറയണ്ട, നീ കൊണ്ടുവെക്കാ മതി. അവൾക്കൊരു വിചാരമുണ്ട്, എല്ലാ സുഖവും അവളാ എനിക്ക് തരുന്നത്, അവളില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് അവൾക്കൊരു വിചാരമുണ്ട്. അതായത് അവളില്ലെങ്കിൽ ഞാൻ ജീവിക്കില്ല എന്നാണ് അവളുടെ വിചാരം. ഞാൻ അവളില്ലാണ്ട് ജീവിക്കും. മനസ്സിലായ? നിന്റെ പെങ്ങളെ നീ കൊണ്ടുക്കോ. ഇതൊക്കെ ഓരോ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അവസാനം, അല്ല അളിയ ഒന്നും പറയണ്ട, കൊണ്ടുക്കോ. അവള് വിചാരിക്കുന്നത് അവളുടെ സുഖം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, അവളുടെ സുഖം എനിക്ക് വേണ്ട. വന്നിട്ട് കൊണ്ടുപോയി. ആ സഹോദരി, ഞാൻ ഇരുന്നൊരു ഇടവകയിലായിരുന്നു, ഒരു ധ്യാനത്തിനൊക്കെ പോയി. 2 ആഴ്ച കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ എനിക്ക് മനസ്സിലായി, സത്യമായിട്ട് എനിക്ക് അങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നു, ഇയാൾക്ക് എല്ലാ സുഖം കൊടുക്കുന്നത് ഞാനാണ്, എനിക്ക് തെറ്റുപറ്റിയതായിരുന്നു അച്ഛൻ. ഞാനൊരു ധ്യാനം കൂടി, എനിക്ക് വലിയ മനസ്സിന് പശ്ചാത്താപമുണ്ട്. ഇപ്പോൾ എൻ്റെ അഹങ്കാരം ഉണ്ടായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ച് പറഞ്ഞതെന്നറിയോ? ജോയിയേട്ടൻ എന്നെ വിളിച്ചു, അച്ഛ നീ അങ്ങോട്ട് പോരെ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ആരാണ് ഭർത്താവിൻ്റെ ഹൃദയത്തിൽ മാറ്റം വരുത്തിയത്? അവളെ വീട്ടിൽ വന്ന് ആ മനുഷ്യൻ തൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോയി. ഇന്ന് അവർ സന്തോഷമായിട്ട് കഴിയുന്നു. ഈ വാർഷിക ധ്യാനം കഴിയുമ്പോൾ മാതാപിതാക്കളെ, നിങ്ങളുടെ കുടുംബം ദൈവസ്നേഹത്തിൻ്റെ ഭവനമായിട്ട് മാറണം. ഞാൻ ഈ അനുഭവങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഈ വാർഷിക ധ്യാനം കുറെ വചനങ്ങൾ കേൾക്കുക മാത്രമല്ല. ഇനി അച്ഛൻ ഈ സെഷൻ കഴിഞ്ഞാൽ നിങ്ങളോട് പറയാൻ പോകുന്നത് യാക്കോബും ഏസാവിൻ്റെ കഥയാണ്. പഴയ നിയമത്തിലെ ഇസഹാക്കിൻ്റെ 2 മക്കൾ, ആ 2 മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ച കഥകൾ പോലെ ഇന്ന് ഓരോ കുടുംബങ്ങളിലും ഇതുപോലെ പ്രതിസന്ധികളാണ്. ചേട്ടൻ അനിയന്മാർ തമ്മിൽ വഴക്ക്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ മറ്റം പള്ളിയിലിരിക്കുമ്പോൾ ഒരു ചേട്ടൻ അനിയൻ തമ്മിലുള്ള വഴക്ക്. എന്താ വഴക്കെന്നറിയോ? അപ്പം മരിച്ചപ്പോൾ വീട് ഭാഗം വെച്ചപ്പോൾ ഒരു വേലി കെട്ടി 2 ഭാഗമായിട്ട് തിരിച്ചു. പക്ഷേ പ്രശ്നം എന്താ ഉണ്ടായെന്ന് വെച്ചാല്, ഈ വേലിയുടെ ഇടയിൽ ഒരു മാങ്ങാണ്ടി കിടന്ന് മുളച്ച ഒരു മാവായി. ഈ മാങ്ങാണ്ടിയുടെ ഒരു കാര്യം വേറെ എവിടെങ്കിലും പോയി കിടന്ന് മുളച്ചാൽ പോരെ, ഈ മാങ്ങാണ്ടി അതിൻ്റെ ഇടയിൽ കിടന്നിട്ട് മുളച്ചിട്ട് ഒരു മാവായി, അത് നിറച്ച് മാങ്ങയായി. അപ്പോൾ ചേട്ടൻ ഈ മാവിൻ്റെ മാങ്ങ പൊട്ടിക്കാൻ വരുമ്പോൾ അനിയൻ സമ്മതിക്കില്ല, ഇത് എൻ്റെ മാവണ്ട. ഭയങ്കര വഴക്കായി, മാവ് വലിയ മാവായി. അവസാനം ചേട്ടൻ രാമനെ വിളിച്ചു, ഡാ ആ മാവ് വെട്ടാന്ന് പറഞ്ഞു. മാവ് വെട്ടാനായിട്ട് രാമൻ മഴുവായിട്ട് വന്നു. അപ്പോൾ അനിയൻ അറിയും, അല്ല ഈ മാവ് വെട്ടാനാ, ഇതെൻ്റെ മാവാ, തോട്ടാ നിന്നെ വെട്ടു ഞാൻ, അനിയൻ. അപ്പൊ ചേട്ടൻ അറിയും, എന്താ
ഇതെന്റെ പറമ്പിൽ നിൽക്കണമാവാ, ചേട്ടാ ഇതെന്റെ പറമ്പിൽ നിൽക്കണമാവാ. ഇതിൻ്റെ ഒക്കെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ? മാങ്ങാണ്ടിയാണ് പ്രശ്നം. അതുകൊണ്ട് ഈ മാങ്ങാണ്ടികൾക്ക് ഒരു ധ്യാനം വെച്ച് മാങ്ങാണ്ടികളെ മാനസാന്തരപ്പെടുത്തിയാൽ മാത്രമേ, അല്ലാണ്ട് ചേട്ടനെ തമ്മിൽ യാതൊരു വഴക്കില്ലാട്ടാ. വഴക്കിന്റെ കാരണം ആരാ? ഈ മാങ്ങാണ്ടികളാണ് ഈ വഴക്കുകൾ ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് ചേട്ടന് നല്ല ചേട്ടനാണ്, നല്ല അനുജനാണ്. മാങ്ങാണ്ടിയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ആ വേലിയുടെ അടുത്ത് കിടന്ന് മുളയ്ക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. അവസാനം ചേട്ടനെ തമ്മിൽ രൂക്ഷമായ സംഘർഷഭരിതമായ സംഘർഷത്തിൽ ഇതാ അവരുടെ വനിതാ സംഘം ഇറങ്ങി വന്നു. വനിതാ സംഘം ഇറങ്ങി വന്നതോട് കൂടിയിട്ട് ഇവര് പിൻവാങ്ങി. പിന്നെ ഇവിടെ നല്ല പ്രശ്നങ്ങളായി. ഇവർ രണ്ടുപേരും പിന്മാറി. പക്ഷേ ഇവിടെ ഭയങ്കരമായ തൊഴിലുറപ്പുകാരുടെ സംഘം ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നല്ല തൊഴിലുറപ്പാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹളം മൂത്ത് വന്നപ്പോ ചേട്ടൻ കൂടെ വന്നു. വെട്ടോത്തിരി തിട്ട വന്ന്, എന്താണ്ടാ നിനക്ക് എന്താ വേണ്ടേ? നിനക്ക് മാവ് വെട്ടണ? വെട്ടു ഞാൻ. ഇതിങ്ങോട്ട് ഓങ്ങിയ വശമുണ്ടല്ല, ചെറിയൊരു വേദന ഇവിടെ. ചേട്ടനൊന്നിരുന്നു, ചേച്ചി ഒന്ന് താങ്ങി. അനിയനും ഓടി വന്നു, അനിയൻ്റെ ഭാര്യ ഓടി വന്നു. നേരെ ആശുപത്രി കൊണ്ടുപോയി. 4:30 ചവടപ്പ്. പറയാൻ നേരമില്ലാത്ത കാരണം ചുരുക്കി പറഞ്ഞത്. 4:30 ചവടപ്പ്. ചേട്ടൻ പോയി. പ്രിയമുള്ളൊരു മാവ്. ഇപ്പം ആ മാവുമിണ്ടല്ല നിറച്ച് മാങ്ങയാ. ആരും തിരിഞ്ഞു നോക്കണില്ല. എന്തേ ചേട്ടൻ? ഒറ്റാൾക്ക് മാങ്ങ വേണ്ട. ആ മാവിൻ്റെ മാങ്ങ ആരും തിന്നണില്ല. സഹോദരങ്ങളെ, നിസ്സാര കാര്യങ്ങളാണ്. സഹോദരങ്ങളെ ഓർക്കുക, ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഉള്ളതെല്ലാം തമ്പുരാൻ തന്നതാണ്. തമ്പുരാൻ തരാത്തതായി യാതൊന്നുമില്ല. അതിനാൽ ഈ വാർഷിക ധ്യാനത്തിന്റെ അവസാനത്തിൽ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെല്ലാം കർത്താവിന് സ്വീകാര്യമായ ബന്ധങ്ങളാകണം. ഞാൻ എന്തുണ്ടാക്കിയത് അസുഖം. എന്തുണ്ട് അസുഖം? അത് പിടിച്ചിട്ടുണ്ട് എന്തായാലും. അപ്പൊ ഞാൻ എന്തുണ്ടാക്കിയത് എന്ന് പറയുന്ന അപ്പന്മാരും അമ്മമാരും ഉണ്ടാവരുത്. എല്ലാം തമ്പുരാൻ തന്നതാണ്. കണ്ണുകളടയ്ക്കാം നമുക്ക്. നല്ല ദൈവമേ, ആദവും ഹവ്വയും തമ്പുരാന്റെ കൃപയും കാരുണ്യത്തിലും ജീവിച്ച കാലം എത്ര സന്തോഷത്തോടുകൂടെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയതോടുകൂടെ എല്ലാ ദിവസവും കലഹമായി. നീ ഒരുത്തി കാരനാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് ആദം. നിങ്ങൾ എന്തിനാ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് തിന്നേ എന്ന് ഹവ്വ. അവർക്ക് മക്കൾ ഉണ്ടാകുന്നു. ആ മക്കൾ അവർക്ക് കണ്ണുനീരിന്റെ താഴ്വരയാണ് കൊടുത്തത്. മൂത്ത മകൻ സ്വന്തം അനുജനെ തല്ലിക്കൊല്ലുന്നു. ദൈവമേ, ഇതൊക്കെ കാണാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? സഹോദരങ്ങളെ, ഇന്നല്ലെങ്കിൽ നാളെ നീ മരിച്ചു പോയാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ നിന്നെ ഈ ലോകം തന്നെ മറക്കും. നിന്റെ മക്കളും മറക്കും. ധൈര്യമായിട്ടിരുന്നോളൂ. മക്കൾ നിന്നെ ഓർത്ത് ജീവിക്കില്ല അധികകാലം. അവർക്ക് മക്കളുണ്ട്, അവരുടെ മക്കളുടെ മക്കളുണ്ട്. നിന്നെ ഓർക്കുന്നവൻ ഒരാൾ മാത്രം, നിന്റെ സൃഷ്ടാവ്. ഓർമ്മയിൽ നിൻമുഖം മാത്രം. കർത്താവേ, നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, ഒരു 4 മനുഷ്യരുടെ സ്നേഹത്തിന് വേണ്ടി, 10 സെന്റ് സ്ഥലത്തിന് വേണ്ടി, 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇന്ന് മനുഷ്യനെ കൊല്ലുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ശരീരം ഒരു കാലഘട്ടം കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖം തരില്ല. ഉറപ്പ്. ശരീരസുഖമില്ലച്ചോ എന്ന് പറയുന്ന അനേകം പേരെ ഞാൻ കേട്ടിട്ടുണ്ട്. നിന്റെ മനസ്സിന്റെ സുഖമാണ് നിനക്ക് ഏറ്റവും വിലപ്പെട്ടത്. മനസ്സിന്റെ നന്മയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ക്രിസ്മസിൽ മാലാഖമാർ പാടിയത്, നല്ല മനസ്സുള്ളവരെ നിങ്ങൾക്ക് സമാധാനം. കർത്താവിന്റെ കൃപ നിങ്ങളുടെ മനസ്സുകളിലേക്ക് ഇപ്പോൾ ഒഴുകട്ടെ. കണ്ണുകൾ അടച്ച് കർത്താവേ എന്ന് മനസ്സിൽ വിളിക്കുക. യേശുവേ എന്ന് മനസ്സിൽ വിളിക്കുക. നിന്റെ നാവും നിന്റെ മനസ്സും കർത്താവ് തന്ന ദാനമാണ്. മകനെ, മകളെ, നിന്നെ വേദനിപ്പിച്ചവർ എണ്ണിയാൽ തീരാത്ത വിധം ആൾക്കാരുണ്ടായിരിക്കാം.
നിന്നിൽ കുറ്റം മാത്രം കാണുന്ന മനുഷ്യർ നിന്റെ ചുറ്റുപാടുമുണ്ടായിരിക്കാം. പക്ഷെ യേശു നിന്നെ കുറ്റം വിധിക്കുന്നവനല്ല. യേശു നിന്നെ കുറ്റം വിധിക്കുന്നവനല്ല. പാപിനിയായ സ്ത്രീയുടെ എണ്ണി എണ്ണി കുറ്റം ചോദിച്ചില്ല. സക്കേബൂസിനോട് എത്ര പാപങ്ങൾ ചെയ്തുവെന്ന് ചോദിച്ചില്ല. നല്ല കള്ളനോട് എത്ര പ്രാവശ്യം നീ കട്ടുടാ എന്ന് ചോദിച്ചില്ല. പത്രോസിനോട് എത്ര പ്രാവശ്യം നീ എന്നെ തള്ളി പറഞ്ഞില്ലേ എന്ന് ചോദിച്ചില്ല. ബറാബാസിനോട് നിനക്ക് അങ്ങനെ തന്നെ വേണടാ, ഒന്നും കൊല വിളിച്ച് നടന്നതല്ലേ നീയെ, കുരിശുമ തറച്ച് നിന്നെ കൊല്ലണം എന്ന് ബറാബാസിനോട് പറഞ്ഞില്ല. ആരാണ് സഹോദര അവൻ? നിനക്കാരാണ്? മകളെ, ആ യേശു ക്രിസ്തു നിനക്ക് ആരാണ്? ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? ഏലിയ, പ്രവാചകരിൽ ഒരുവൻ. ഈശോ വീണ്ടും ചോദിച്ചു, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? കണ്ണുകൾ അടച്ചിരുന്നു. എല്ലാവരും കണ്ണുകൾ അടച്ചിരുന്നു. ഈശോയോട് ഉത്തരം പറയണം ഇപ്പോൾ മനസ്സിൽ. ഈശോ നിങ്ങളോട് ചോദിക്കുന്നു, അന്തോണി, മറിയം, ജോസഫ്, വർഗീസ്, റീന, മിനി, എന്നോട് നീ പറയണം, ഞാൻ നിനക്കാരാണ്? മനസ്സിൽ ഓരോരുത്തരും ഉത്തരം പറയുക. അച്ഛൻ കേൾക്കണ്ട, കർത്താവ് കേട്ടുകൊള്ളും. ഞാൻ നിനക്ക് ആരാണ്? ഞാൻ നിനക്ക് ആരാണ്? സഹോദരങ്ങളെ, ബറാബാസിന് യേശു ക്രിസ്തു ആരാണ്? ബറാബാസിന് യേശു ക്രിസ്തു ജീവൻ തിരിച്ചു കൊടുത്തവനാണ്. കുരുടനായ ആ മനുഷ്യനെ യേശു ക്രിസ്തു ആരാണ്? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന വെളിച്ചമാണ് യേശു ക്രിസ്തു. സക്കേവൂസിനെ യേശു ക്രിസ്തു ആരാണ്? ചതിയും വഞ്ചനയും വക്രതയുമായിരുന്ന എനിക്ക് യേശു ക്രിസ്തു എൻ്റെ സമാധാനമാണ്. ശതാധിപനെ യേശു ക്രിസ്തു ആരാണ്? ആ ശതാധിപൻ വിളിച്ചു പറഞ്ഞു, ഇവൻ സത്യമായും യേശു ദൈവപുത്രനാണ്. വെറോണിക്കയ്ക്ക് യേശു ക്രിസ്തു ആരാണ്? പ്രിയമുള്ളവനെ, കർത്താവിന്റെ സങ്കടം, വേദനയും കരഞ്ഞു കലങ്ങിയ കണ്ണുകളും മുഖത്തുള്ള തുപ്പലും കണ്ടപ്പോ വെറോണിക്ക പട്ടാളക്കാരുടെ മധ്യത്തിലൂടെ ധീരതയോടെ കടന്നു ചെന്ന് തന്റെ തുവാലയെടുത്ത് അവൾ കർത്താവിന്റെ തിരുമുഖം തുടച്ചു. പ്രിയമുള്ളവരെ, ഈ ധീരത നിനക്കുണ്ടോ സഹോദരി? കർത്താവിന്റെ മുഖം തുടച്ച വെറോനിക്കയുടെ ധീരത, സ്നേഹത്തിന്റെ ധീരത. വെറോനിക്കയ്ക്ക് ക്രിസ്തു ആരാണ്? വെറോനിക്ക തുടച്ചുപോയി. വീട്ടിൽ ചെന്ന് തന്റെ തുവാല നോക്കിയപ്പോൾ അവൾ ഞെട്ടിപ്പോയി. ക്രിസ്തുവിന്റെ മുഖം ആ തുവാലയിൽ. മകളെ, മകനെ, ആ തുവാല നിന്റെ ഹൃദയമാണ്. നിന്റെ ഹൃദയമാകുന്ന തുവാലയിൽ ക്രിസ്തുവിന്റെ മുഖം ആലേഖനം ചെയ്തിട്ടുണ്ടോ? ആരാണ് നിന്റെ ഹൃദയത്തിൽ ആരാധനാ പുരുഷൻ? നിന്റെ ഭർത്താവാണോ? നിന്റെ ഭാര്യയാണോ? നിന്റെ മക്കളാണോ ഹൃദയത്തിൽ വസിക്കുന്നത്? സമ്പത്താണോ? ഭൗതിക സുഖങ്ങളാണോ? ജഡിക മോഹങ്ങളാണോ നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നത്? ക്രിസ്തുവിന്റെ മുഖമാണോ? തളർവാതിരാക്കിയ രോഗി കട്ടിലോടുകൂടെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ആ രോഗിക്ക് കർത്താവ് യേശു ക്രിസ്തു ആരാണ്? കട്ടിലെടുത്ത് പോടാ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു. കട്ടിലെടുത്ത് പോകാൻ കട്ടിൽ ചുമന്നുകൊണ്ടാണ് അവൻ വീട്ടിൽ പോയത്. യേശു ക്രിസ്തു തളർവാദ രോഗിക്ക് ആരായിരുന്നു? എന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ്. തോമാസ്ലീഹ, നമുക്ക് അവനോട് കൂടെ മരിക്കാമെന്ന് പറഞ്ഞ തോമാസ്ലീഹ വാശി പിടിച്ചു, എനിക്ക് കർത്താവിനെ കാണണം. കർത്താവ് തോമാസിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, തോമായെ, നിന്റെ വിരൽ കൊണ്ടുവായോ, എന്റെ മുറിവുകളെ നീ കാണൂ. ആ തോമാസിലേക്ക് ക്രിസ്തു ആരാണ്? ക്രിസ്തുവിന്റെ ഹൃദയത്തെ തൊട്ട തോമാസിലേക്ക്. പൗലോസിലേക്ക് ക്രിസ്തു ആരാണ്?
ക്രിസ്ത്യാനിയാണെന്നറിഞ്ഞാൽ വാളെടുത്ത് തല ചെത്തിക്കളഞ്ഞ് നടന്നിരുന്ന സാവൂൾ, ആ സാവൂളിന് ക്രിസ്തു ആരാണ്? എല്ലാ വിജാതിയുടെ അപ്പസ്തോലനായി മാറിയ പൗലോസായി മാറി. സഹോദരങ്ങളെ, ക്രിസ്തു നിനക്കാരാണ്? നിന്റെ ജീവിത പ്രശ്നങ്ങൾക്ക് കാരണം എന്താണ്? ഇതാണ് ഇന്ന് നമ്മൾ ചിന്തിച്ചത്. എന്റെ കുടുംബം ദൈവത്തിന്റെ ഭവനമാണോ? ഞാൻ സ്നേഹിക്കുന്നത് വെറും ലൗകിക സ്നേഹം, എന്റെ ഭാര്യയോടുള്ള ഇഷ്ടം സ്നേഹമാണോ? അത് ദൈവിക സ്നേഹമാണോ? എന്റെ ഭർത്താവിനോടുള്ള എന്റെ ഇഷ്ടവും സ്നേഹവും ദൈവികമാണോ? എന്റെ സുഖത്തിന്, എന്റെ സൗകര്യത്തിന്, എന്റെ ആനന്ദത്തിന് ആണോ? അതോ ദൈവം എന്നെ ഏൽപ്പിച്ച ദൈവിക ദൗത്യമാണോ ഇത്? നമ്മുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കണം. പുതിയ മനുഷ്യരാകണം. അത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും സ്വർഗീയ ദാനങ്ങൾ തരാൻ കാരണമാകും. അമ്മേ മാതാവേ, ഈ ദേവാലയത്തിൽ ഇരുന്ന് നിന്റെ പുത്രനെ ധ്യാനിച്ച ഞങ്ങളുടെ മേൽ നിന്റെ മാധ്യസ്ഥം വഴി പുത്രന്റെ കൃപകളെ വർഷിക്കുമാറാകണമേ. പരിശുദ്ധ